രാജ്യത്ത് പേടിക്കാനൊന്നുമില്ല, എല്ലാം സെറ്റാണ്. ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധിയില്ല. ഇന്ധന പ്രതിസന്ധിയില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പെട്രോളിയം മന്ത്രാലയമാണ് രാജ്യത്ത് ഇന്ധന കമ്മിയില്ലെന്നും ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, പെട്രോൾ, ഡീസൽ ശേഖരവും വിതരണവും തൃപ്തികരമാണെന്നും LPG ഉത്പാദനം കൂട്ടിയിട്ടുണ്ടെന്നും ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. വൻതോതിലുള്ള ഡീസലിനുള്ള ആവശ്യം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും രാജ്യത്ത് ആവശ്യം നിറവേറ്റാൻ ആവശ്യമായ ഇന്ധനമുണ്ടെന്ന് പെട്രോളിയം സുജാത ശർമ്മ വ്യക്തമാക്കി. ആഗോള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഇറക്കുമതിയെ ബാധിച്ചിട്ടും ഇന്ത്യയിൽ നിലവിൽ ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ, LPG, പ്രകൃതിവാതകം എന്നിവയുണ്ടെന്നും പൗരന്മാരുടെ മേലുള്ള ഭാരം കുറയ്ക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ആഗോള പ്രതിസന്ധി ഇറക്കുമതിയെ ബാധിച്ചു, പക്ഷേ പൗരന്മാരുടെ മേലുള്ള ഭാരം കുറയ്ക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ശ്രമിച്ചുവെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. LPG ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഏകദേശം 1.34 കോടി LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തു. ഇതിൽ വാണിജ്യ LPG വിൽപ്പന 23,588 ടൺ ആണെന്നും ഇവർ അറിയിച്ചു. പ്രകൃതിവാതക മേഖലയിൽ 7.99 ലക്ഷം പുതിയ ഉപഭോക്താക്കളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഇന്ധന വിതരണം നിരീക്ഷിക്കുന്നതിനും ക്രമക്കേടുകൾ തടയുന്നതിനുമായി സ്വീകരിച്ചു വരുന്ന എൻഫോഴ്സ്മെന്റ് നടപടികളെക്കുറിച്ചും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. അതേസമയം ഇന്ധനവില വർധന ചൂണ്ടിക്കാട്ടി രാജ്യം ഇന്ധനക്ഷാമത്തിലാണെന്നും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഇന്ധനവില വർധനവിനുമിടയിൽ കേന്ദ്ര സർക്കാരിന് വലിയൊരു ആശ്വാസം എത്തുന്നു. റിസർവ് ബാങ്ക് തങ്ങളുടെ ലാഭവിഹിതമായി ഇത്തവണ റെക്കോർഡ് തുക സർക്കാരിന് കൈമാറിയേക്കുമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ ഈ തുക വലിയൊരു താങ്ങാകും. സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഏകദേശം 3 ലക്ഷം കോടി രൂപയാകും RBI കേന്ദ്രത്തിന് കൈമാറുക. കഴിഞ്ഞ വർഷം നൽകിയ റെക്കോർഡ് തുകയായ 2.7 ലക്ഷം കോടി രൂപയേക്കാൾ കൂടുതലാണിത്. സാമ്പത്തിക വർഷത്തിൽ റിസർവ് ബാങ്കിന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് ഈ ലാഭവിഹിതം സർക്കാരിന് നൽകുന്നത്. ലാഭവിഹിതം കൈമാറുന്നതിന് അംഗീകാരം നൽകാനായി RBI ബോർഡ് വെള്ളിയാഴ്ച യോഗം ചേരും. കൃത്യമായ തുക ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇത് 3.4 ലക്ഷം കോടി രൂപ വരെയാകാനാകും സാധ്യതയുണ്ടാവുക. വിദേശ നാണ്യ ശേഖരത്തിലെ നിക്ഷേപങ്ങൾ, ബോണ്ടുകൾ, കറൻസി മാനേജ്മെന്റ് തുടങ്ങിയ നിരവധി മാർഗങ്ങളിലൂടെയാണ് റിസർവ് ബാങ്ക് വരുമാനം കണ്ടെത്തുന്നത്. 2026 സാമ്പത്തിക വർഷം RBIയെ സംബന്ധിച്ച് സാമ്പത്തികമായി മികച്ച നേട്ടങ്ങളുടെ വർഷമായിരുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിദേശ നാണ്യ വ്യാപാരത്തിൽ നിന്നുള്ള ലാഭം, ആഗോളതലത്തിൽ ഉയർന്ന പലിശ നിരക്കുകൾ, സ്വർണ്ണവിലയിലുണ്ടായ കുതിപ്പ് എന്നിവയെല്ലാം റിസർവ് ബാങ്കിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ലളിതമായി പറഞ്ഞാൽ റിസർവ് ബാങ്കിന് തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കും കരുതൽ ധനത്തിനും വേണ്ടതിലും കൂടുതൽ വരുമാനം ലഭിക്കുമ്പോൾ ആ അധിക തുക സർക്കാരിന് കൈമാറുകയാണ് പതിവ്. ഇത്തവണ സർക്കാരിന് കൈമാറാൻ കഴിയുന്ന അധിക തുക സാധാരണയേക്കാൾ വളരെ വലുതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. നികുതി വർദ്ധിപ്പിക്കുകയോ കൂടുതൽ കടമെടുക്കുകയോ ചെയ്യാതെ തന്നെ സർക്കാരിന് വലിയൊരു തുക ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം. നിലവിലെ സാഹചര്യത്തിൽ ഈ തുക സർക്കാരിന് വളരെ അത്യാവശ്യവുമാണ്. ഇറാൻ സംഘർഷം ഉൾപ്പെടെയുള്ള ആഗോള പ്രശ്നങ്ങൾ വലിയ തോതിലുള്ള ഇന്ധനവില വർധനവിന് കാരണമായിട്ടുണ്ട്. ഊർജ്ജ ആവശ്യങ്ങൾക്കായി പ്രധാനമായും ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. വിലക്കയറ്റത്തിനും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതകൾക്കും ഇത് കാരണമാകാം. ഏകദേശം 3 ലക്ഷം കോടി രൂപ അധികമായി ലഭിക്കുന്നത് സർക്കാരിന്റെ ദൈനംദിന ചിലവുകൾ നിയന്ത്രിക്കാനും ക്ഷേമ പദ്ധതികൾ മുടക്കമില്ലാതെ കൊണ്ടുപോകാനും ബജറ്റ് കമ്മി കുറയ്ക്കാനും വലിയ തോതിൽ സഹായിക്കും. ചുരുക്കത്തിൽ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ സമയത്ത് സർക്കാർ ഒരു വലിയ സാമ്പത്തിക കരുത്തായി ഈ തുക മാറുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.